കിച്ചോട്ട് വേണ്ട, കിച്ചോട്ടെ വേണ്ട, ഒന്നും ചെയ്യല്ലേ. മിന്നു, മിന്നു, കിച്ചുവേട്ടാ വാതിൽ തുറക്ക്. കിച്ചുവേട്ടാ എടാ നീ വാതിൽ തുറന്നേ. കിച്ചു എടാ വാതിൽ തുറക്കാൻ. മിന്നുസേ നീ മാറി ചെന്നിങ്ങാട്. അതാരാ? ഡാ കിച്ചു, ഡാ തരൂ. എന്താടാ? ചേട്ടനൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് തോന്നിവാസാടാ കാണിക്കുന്നേ? മിന്നു, മിന്നു, ഇല്ല മിന്നു, ഒന്നുമില്ല, നീ കരയല്ലേ. ഡാ എന്ത് തെണ്ടിത്തരോടാ നീ ഇപ്പൊ കാണിച്ചത്? ഒന്നുമില്ലെങ്കിൽ അവള് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ? നിന്റെ അനിയന്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണിനോടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അനിയന്റെ ഭാര്യയോ? ആരെയാടാ നീ പറ്റിക്കാൻ നോക്കുന്നേ? നിനക്ക് ചിന്നുവിനല്ലാതെ വേറെ ആരെയും ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. അതുപോലെ തന്നെ എനിക്കും. ഇവളെ എൻ്റെ പെണ്ണാ. എനിക്ക് ഇവളെ അല്ലാതെ വേറെ ആരെയും എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓ, നീ അവൾ അത്രയും സ്നേഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പം അവളോട് നീ ഇങ്ങനൊരു തെണ്ടിത്തരം കാണിച്ചത് അല്ലടാ? അതേടാ, അവൾ എൻ്റെ പെണ്ണാണെന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. അതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിന്നു, ഇത്തിരിയെങ്കിലും നാണുണ്ടോ നിങ്ങൾക്ക്? ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധ്യമില്ല. എന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അതിനൊരു ഇത്തിരി പോലും കുറ്റബോധം ഇല്ലല്ലോ നിങ്ങൾക്ക് കിച്ചുവേട്ടാ. ചിന്നു, നീ കുഞ്ഞൂസിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി അവളുടെ കരച്ചിലൊന്ന് മാറ്റാൻ നോക്ക്. ഞാനിപ്പോൾ വരാം. ശരി മിന്നു. മേമിയുടെ മുത്തേ, മേമ എടുക്കാമല്ലോ മേമിയുടെ പൊന്നിനെ. അപ്പം നമുക്ക് പുറത്തേക്ക് പോകട്ടോ, കരയണ്ട കേട്ടോ. എന്താ നിങ്ങൾക്ക് വേണ്ടത് കിച്ചേട്ടാ? ഞാൻ ഇത്രയും ദ്രോഹിച്ചിട്ടും മതിയായില്ലേ നിങ്ങൾക്ക്? ഇത്രയ്ക്ക് ചീപ്പായിരുന്നു നിങ്ങൾ. നാഴേക്ക് 40 വട്ടം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല, എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല എന്ന്. ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചതാണോ നിങ്ങളുടെ സ്നേഹം? എങ്ങനെ നിങ്ങൾക്കിങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി കിച്ചുവേട്ടാ? ശരിക്കും നിങ്ങളെന്നെ സത്യസന്ധമായിട്ട് തന്നെയാണോ സ്നേഹിച്ചത്? ഒരു വട്ടെങ്കിലും, ഒരൊറ്റ വട്ടെങ്കിലും നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചെങ്കിൽ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കില്ലായിരുന്നു കിച്ചുവേട്ടാ. ശരിക്കും നിങ്ങളെൻ്റെ ശരീരത്തെ മാത്രമാണോ സ്നേഹിച്ചത്? ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി നിങ്ങൾ കാണിച്ചു കൂട്ടിയത് കണ്ടിട്ട് എനിക്ക് ശരിക്കും അങ്ങനെ തോന്നിപ്പോവാ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും ആ സഞ്ജയും തമ്മിൽ എന്ത് വ്യത്യാസം കിച്ചുവേട്ടുള്ളത്? അവനും എൻ്റെ ശരീരം മാത്രമായിരുന്നു വേണ്ടത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഇത്രയും നാളും എല്ലാം ഞാൻ സഹിച്ചു കിച്ചുവേട്ട. പക്ഷെ ഇനി എന്നെ കൊണ്ട് വയ്യ, മടുത്തു എനിക്ക്. ഇപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് വെറുപ്പ് തോന്നുക നിങ്ങളോട്. നിങ്ങളെപ്പോലുള്ള ഒരാളെയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് ഉറപ്പൊക്കെ തോന്നുക. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരോ. ഇനി എൻ്റെ കൺമുന്നിൽ പോലും വരരുത് കിച്ചുവേട്ട, പ്ലീസ്. എനിക്കിനി കാണണ്ട നിങ്ങളെ. മിന്നു, are you okay? ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റല്ല അവൻ ചെയ്തതെന്ന് എനിക്കറിയാം. അതൊരു ക്ഷമ കൊണ്ട് മറക്കാനും പൊറുക്കാനും നിനക്ക് പറ്റില്ല എന്നും അറിയാം. പക്ഷെ എന്നാൽ പോലും അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക നിന്നോട്. അത് സാരില്ല തരും. നീ ചിന്നുൻ്റെ അടുത്തേക്ക് ചെല്ല്, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഓക്കേടാ, ടേക്ക് യുവർ ടൈം. ചിന്നു, നീ എന്താ ഇവിടെ നിൽക്കുന്ന കുഞ്ഞുവിനെ കൊണ്ട്? മിന്നു എന്തേ? അത് പിന്നെ മമ്മി, കുഞ്ഞു ആണെങ്കിൽ ഉറക്കത്തിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിവിടെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാ. മിന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അയ്യോ അമ്മൂമ്മയുടെ പൊന്നു എന്തിനാ കരയുന്നേ? ബാ അമ്മ നോക്കി തരാട്ടോ പൊന്നിനെ. ചിന്നു, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നീ പുറത്തേക്ക് ചെല്ല്. ശരി മമ്മി. നീ വന്നോ? എടാ തരൂ, ഇവിടെ മൊത്തം ചാകരയാണല്ലോടാ.
ഇത്രയ്ക്കൊക്കെ അടിപൊളി പെമ്പിള്ളേർ ഇവിടെ ഉണ്ടായിട്ടാണോടാ നീ ഇതുവരെ ഞങ്ങളോട് ഒരു വാക്ക് പറയാഞ്ഞ്? ഓ എൻ്റെ പൊന്നുകാർത്തി ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യനിവിടെ തലക്ക് പ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴാണ് അവൻ്റെ ഒരു വായ്നോട്ടം. അതെന്താടാ വായ്നോട്ടത്തിനൊരു കുഴപ്പം? ഉഫ്, എൻ്റെ അബീനി നീയും കൂടി തുടങ്ങല്ലേ. എടാ നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമ്മളിങ്ങനെ ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് വായി നോക്കിക്കഴിഞ്ഞാൽ നല്ല സുഖാടാ. നമുക്ക് നല്ല ആശ്വാസം കിട്ടുമെന്നേ. വായി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടെൻഷനൊക്കെ എങ്ങോട്ടാ പോയതുപോലെ അറിയാൻ പറ്റില്ല. അതൊക്കെ പമ്പ കിടക്കും. ഞാനല്ലേ പറയുന്നേ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ശരി, വയനാട്ടിൽ PhD എടുത്ത നീയാണോ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലുമില്ല. എടാ നീ ഒന്ന് മനസ്സറിഞ്ഞിട്ടുള്ള പെമ്പിളേരൊക്കെ ഒന്ന് നോക്കിയേ. അപ്പൊ പിന്നെ നീ ആ കാര്യത്തെ പറ്റി ഓർക്ക് പോലില്ല. എന്ത് കാര്യം തന്നെ ആയാലും അതിനെപ്പറ്റി ഓർക്കുമ്പോഴല്ലേ ടെൻഷൻ വരുന്നേ. വായ നോക്കുമ്പോഴത്തേക്കും അതൊക്കെ നമ്മളങ്ങ് മറന്നു പോകുന്നേ. ഓ എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? നീ ആ റെഡ് ഡ്രസ്സ് ഇട്ടേക്കണ പെങ്കൊച്ചിനെ നോക്കി. അത് നിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നേ? അത് എൻ്റെ ഓഫീസിലല്ല, എനിക്ക് തോന്നുന്നത് കിച്ചുവൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചാന്ന്. എന്തായാലും കൊച്ചു കൊള്ളാല്ലേ. എടാ തരൂ, ഇവിടെ എനിക്ക് പറ്റിയ പെമ്പിളരൊന്നും ഇല്ലേടാ? ഓ ഇല്ലടാ, നിനക്ക് പറ്റിയ നിന്നെ പോലത്തെ കിളി പോയ ഐറ്റത്തിന് ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വരാനാടാ? അതും ശരിയാ. കിളി പോയോ? ഞാനോ? എടാ തരൂ. ഇടക്കാർത്തി നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അവൻ ആളൊരു പൊട്ടനാണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. നീ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ. You too, Abhi. Oh, you guys. ത്രില്ല് പിടിക്കാതെ മര്യാദക്കൊന്ന് വായി നോക്കോ. വായി നോട്ടം അതൊരു കലയാണ്. ആ കല ഒന്ന് മര്യാദക്ക് ചെയ്തുകൂടെ? എടാ ആ പച്ച ഡ്രസ് ഇട്ട കൊച്ചു കൊള്ളാല്ലേ? അത് ജിസോ, അതെൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ. എടാ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങളെ മുട്ടിച്ചാടാ. പിന്നെ ഒന്ന് പോടെ ഇവിടെ നിന്ന് വേണമെങ്കിൽ തന്നെത്താനെ കൂടെ ഒന്ന് മുട്ടിയാൽ മതി. ആ കറുപ്പ് ഡ്രസ് ഇട്ടേക്കണ കൊച്ചും കൊള്ളാല്ലേ? പേരെന്താണാവോ? പേര് ചോദിച്ചാലോ? ചോദിച്ചോക്കാല്ലേ? സാറിന് ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞാ മതിയോ? വൈ നോട്ട്? കർത്താവേ, ചിന്നു. എടാ കാർത്തി, അബി, നാളത്തെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമൊന്നും ആക്കിയില്ലല്ലോ. നാളെ വല്ല കളർ കോഡ് ഉണ്ടോന്നേ, നമുക്ക് പോയിട്ട് കോശങ്ങളോട് ചോദിച്ചിട്ട് വരാം. അത് ശരിയാ, ഞാനും അതും കൂടി പറയാനിരിക്കുമായിരുന്നു. എടാ കാർത്തി വാടാ. എടാ എന്നോട്ട് കത്തി പോവല്ലേട്ടോ. പോയി തെണ്ടികൾ തേച്ചെന്നെ. ഞാനെന്താ ഇവിടെ? അല്ല നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്ന് നിനക്ക് അറിയണമല്ലേ? ബാ മോൻ ബാ, ചേച്ചി പറഞ്ഞുതരാം. ബാ. വേണമെന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഹല്ലേലൂയ, സ്തോത്രം. ഈശോയെ, നാളെ കെട്ടാൻ ഞാൻ ജീവനോടെ ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു. എന്താണ് നോക്കുന്നേ? ഞാൻ വിളിച്ചു കേട്ടില്ലേ? വാ ഇങ്ങോട്ട്. അത് പിന്നെ ചിന്നുസേ. ജാക്സൺ ചേട്ടനോ? അല്ല, ഇതാരാ കൂടെയുള്ളത് രണ്ടുപേര്? ഇവരെ നിനക്കറിയില്ലേ? ഇതാണ് എൻ്റെയും കിച്ചുൻ്റെയും കോളേജ് ഫ്രണ്ട്സ്. ഇത് റോഷൻ, ഇത് ആദി. ഓ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നൈസ് ടു മീറ്റ് യു ഗൈസ്. നൈസ് ടു മീറ്റ് യു തരു. നൈസ് ടു മീറ്റ് യു. എടാ നീ കിച്ചുനെ കണ്ടോ? ഞങ്ങൾ കുറേ നേരം അന്വേഷിച്ച് നടക്കുന്നത്. അത് പിന്നെ ജാക്സൺ ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്ത് ചിന്നുസേ? എന്തൊരു തരൂ, എന്തു പറ്റി? അത് സാറ് മമ്മി കുഞ്ഞിനെ കണ്ടായിരുന്നോ? ചിന്നു അവളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പോൾ. അവൾ അന്നം എടുത്തോണ്ട് വേണം ഓർക്കാനായിട്ട്. ഓ മമ്മി കൊണ്ടുപോയല്ലേ? ശരി സാർ മമ്മി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളുടെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല സാർ മമ്മി, മമ്മിക്ക് തോന്നിയതാവും. പിന്നെ മമ്മിമാരെ കാണാൻ എന്നും നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കല്യാണ പെണ്ണ് ഞങ്ങളാണോ അതോ മമ്മിമാരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഒന്ന് പോടി പെണ്ണെ അവിടുന്ന്, കളിയാക്കാതെ. കളിയാക്കിയതല്ലാന്നേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ശരി ശരി. ജുവൽ, ഇതാര്? സച്ചുവോ? ഹായ് മോളെ, എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ കേട്ടോ. ശരി മമ്മി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായോ? ഇത്രയ്ക്കൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവൻ എവിടെ വന്നിട്ട്? റൂമിലുണ്ടെന്ന് തോന്നുന്നേട്ടാ. ശരി എന്നാ ഞങ്ങളെന്നാ പോയി നോക്കട്ടെ അവനെ. ഞാനും വരേട്ടാ. അതിൻ്റെ ആവശ്യമില്ല തരൂ, അവർ പോയി നോക്കിക്കോളൂന്നേ, നീ ഇവിടെ നിൽക്ക്. ഇവള് സമ്മതിക്കില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ? അതെ, നിങ്ങൾ പോയിട്ട് വേട്ടന്മാരെ. ശരി ചിന്നുസേ, നിങ്ങൾ വാടാ. മോനെ എസ്കേപ്പ് ആവാൻ നോക്കിയതാണല്ലേ? നടക്കില്ല മോനെ.
ഓ, ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് വെള്ളമടിക്കാണോ സാറ്? ഡാ, എന്ത് ചെറ്റത്തരോടാ നീ എൻ്റെ മിന്നുമോളോട് കാണിച്ചത്? നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ? എന്തിനാടാ പാവത്തിനെ വീട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്നോട് എന്ത് ദ്രോഹമാടാ പാവം ചെയ്തത്? എടാ ജാക്സൺ, മതിയിടാ, ഇനി അവനെ തല്ലണ്ട, വിട്ടേ അവനെ. എടാ എന്തൊക്കെ പറഞ്ഞാലും കിച്ചു, നിന്റെ അടുത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോടാ. നിനക്ക് എന്താണ് പറ്റി കിച്ചു? ശരിയാ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നെ ഇങ്ങനെ ആക്കിയത് തന്നെ നീ നേരത്തെ പറഞ്ഞ നിന്റെ മിന്നുമോളാ. അവളോട് പോയി ചോദിക്കേ. നിന്നെ എടാ ജാക്സൺ, വേണ്ടടാ, എന്നെ വിടടാ. ചെയ്യേണ്ട തെണ്ടിത്തരമൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ ന്യായം പറയുന്ന കണ്ടില്ലേ? അവനെ വിടടാ. നിനക്കെന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ. അവള് പ്രഗ്നൻ്റ് ആയ കാലം തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. എന്തിനാ അവളിങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്തിനാ അവളിങ്ങനെ ഹേർട്ട് ചെയ്യുന്നത്? എന്തിനാ അവളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അവളോട് അങ്ങനെ ചെയ്യുന്നെന്തിനാ? അവളോട് ഇങ്ങനെ ചെയ്യുന്നെന്തിനാ? എല്ലാവർക്കും അവളെപ്പറ്റി മാത്രമാണ് ചിന്ത. പക്ഷെ ഒരാളും എന്നെപ്പറ്റി ആലോചിക്കുന്നില്ല. എൻ്റെ അവസ്ഥയെപ്പറ്റി ഒരാൾ പോലും ചിന്തിക്കുന്നില്ല. അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതല്ല. അവളെ വേദനിപ്പിക്കണമെന്ന് എനിക്കുമില്ല. അവളെൻ്റെ ജീവനാടാ. പക്ഷെ സിറ്റുവേഷൻ അതാണ് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. എന്ത് സിറ്റുവേഷനാണ് നീ പറയുന്നത്? അവൾക്കൊരു കുഞ്ഞുണ്ടായതോ? അങ്ങനെയാണെങ്കിൽ അവൾ പറഞ്ഞല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ നീ ആണെന്നുള്ളത്. അവളങ്ങനെ പറയാൻ ഉണ്ടായതിൻ്റെ കാരണം നീ അന്വേഷിച്ചോ? അവളോട് അതിനെപ്പറ്റി പോയി ഒന്ന് സംസാരിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് സ്വയമേ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതിൽ ഒരു അർത്ഥമില്ല കിച്ചു. ഓ, നിങ്ങൾക്കൊന്നും എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ? അവളെനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പലതവണ അവസരങ്ങളുണ്ടായിട്ടും ഞാനായിട്ട് വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ് അതൊക്കെ. ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അത് നീ പറയുന്നതല്ലേ? അതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഇപ്പം തന്നെ കള്ളുകുടിച്ച് ബോധമില്ലാതെ നീ അവളോട് എന്താ ചെയ്തത്? ഇതേപോലെ ഇതിനു മുന്നേയും ബോധമില്ലാതെ നീ ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? ഞാൻ പറയുന്നില്ലേ, അത് തന്നെ ഉറപ്പ്. പിന്നെ ഇപ്പം ഞാൻ അവളോട് ചെയ്തത് തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൾ എൻ്റെ പെണ്ണാണെന്നുള്ള ധൈര്യത്തില്ല ഞാനിപ്പോൾ അവളോട് അങ്ങനെയൊക്കെ ചെയ്തത്. നീ പറഞ്ഞതുകൊണ്ട് മാത്രം അത് സത്യമാണെന്നില്ല കിച്ചു. പിന്നെ ഇപ്പോൾ നീ ചെയ്തത് അവൾ നിൻ്റെ പെണ്ണാണെങ്കിലും അല്ലെങ്കിലും ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുന്നത് പോലും തെറ്റാ. അതുകൊണ്ട് നീ ഇപ്പം ചെയ്തതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല കിച്ചു. മര്യാദക്ക് നീ അവളോട് ചെന്ന് സോറി പറഞ്ഞു. എടാ, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ പറ്റിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്ന് ക്ഷമിക്ക്. ക്ഷമ നീ എന്നോടല്ല ചോദിക്കണ്ടേ, അവളോട് പോയി ക്ഷമ ചോദിക്കേ. അവളോട് പോയി ക്ഷമ ചോദിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ പറ്റില്ല എനിക്ക് അവളുടെ മുമ്പിൽ. എൻ്റെ കയ്യിൽ നിന്ന് ഇനി വാങ്ങിച്ചു കൂട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ചെന്ന് അവളോട് സോറി പറഞ്ഞു വെക്കിച്ചു. അല്ലെങ്കിൽ നാളെ കല്യാണത്തിറക്കൻ്റെ മുഖത്ത് നല്ല പാടുണ്ടാവും. എടാ, ഇക്കാര്യത്തിൽ ഞങ്ങൾ അവൻ്റെ കൂടെ നിൽക്കുള്ളൂ. നീ ചെയ്ത് തെറ്റാ. അതുകൊണ്ട് അവളോട് ചെന്ന് സോറി പറയണം തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം. അതെ, സോറി പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. ചെല്ല്. എടാ, നിങ്ങൾക്കൊക്കെ എന്ത് മര്യാദക്ക് പോകാനാ പറഞ്ഞ നിന്നോട്? ഓ, 45, 46. അയ്യോ എടി, മതിയില്ലേടി, എനിക്ക് വയ്യേനെ. പറ്റില്ല, 50 തികച്ച് ചെയ്യണം. കുറച്ചും കൂടിയല്ലേ ഉള്ളൂ. മര്യാദക്ക് അങ്ങോട്ട് ചെയ്യടാ. വായി നോക്കുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പം മര്യാദക്ക് ഇതും അങ്ങോട്ട് ചെയ്തോ. ഏത് നേരത്താണോ എന്തോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല, ബാക്കി എണ്ണാൻ പറയുമായിരുന്നു. അത് ഞാൻ എണ്ണിക്കോളാം, നീ ചെയ്യാൻ നോക്ക്. ഓ, 47, 48, 49, 50. മതിയില്ലേ? അയ്യോ അമ്മേ, ഞാൻ ചത്ത്. ഇനി വായി നോക്കുമ്പോഴത്തേക്കും മോന് ഇത് ഓർമ്മയുണ്ടാവണം കേട്ടോ. ഓ, അറിയാതൊരബദ്ധം പറ്റിയത്, നീ ക്ഷമിക്കുന്നു. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇനി ഇത് ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല സ്ഥിതി. തൽക്കാലം ഞാൻ 50 പുള്ളപ്പിൽ ഒതുക്കി. പക്ഷെ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളപ്പല്ല, ഞാൻ പുഷപ്പ് എടുപ്പിക്കും. അതും നീ എന്നെ മുതുക തിരുത്തി പുഷപ്പ് എടുക്കണം. അതും ഞാൻ 50 എണ്ണത്തിലൊന്നും ഒതുക്കില്ല മോനെ, 100 എണ്ണം എടുക്കേണ്ടി വരും. എൻ്റെ മാതാവേ, നീ എൻ്റെ പുക കണ്ട് അടങ്ങോളല്ലേ ചിന്നു. ചുമ്മാ ഒന്നല്ലല്ലോ, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ. ഓ, അതിരിക്കട്ടെ. കുഞ്ഞു എന്തേ, ഉറങ്ങി അവിടെ? അവളെ മമ്മി ഉറക്കിക്കോളാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാ.
ആണോ? അതെന്താ? അവൾ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാണെങ്കിൽ കണ്ണ് തുറക്കില്ല, കണ്ണടച്ച് തന്നെ കിടക്കുള്ളൂ അവള്. പിന്നെ ഉറക്കപ്പിച്ചായതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവാനും സാധ്യതയില്ല. അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാനും സാധ്യതയില്ല. ആണോ? അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, പാവം കൊച്ചിൻ്റെ അപ്പം തന്നെ അമ്മേനെ ഉപദ്രവിക്കുന്ന കാണാന്നൊക്കെ പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല. അല്ല, നിനക്ക് വെള്ളം വല്ലതും വേണോ? ഓ ഭാഗ്യം, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ. ഒരു ഗ്ലാസ് കിട്ടിയാൽ കൊള്ളായിരുന്നു. ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്തിനാ വെള്ളാക്കുന്നേ? നിനക്ക് ഞാൻ ജ്യൂസ് തന്നെ എടുത്തുതരാം. ബാ. ഓ എന്താ ഒരു സ്നേഹം. സ്നേഹമൊക്കെ ഉണ്ട്. എനിക്കിത്ര സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചേ. ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. ആ പിന്നെ, അതെ അതെ, വല്ലാത്ത സ്നേഹം കൂടിപ്പോയാലേ ഉള്ളൂ. എന്താടാ, നിനക്കെന്റെ സ്നേഹത്തിൽ വല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തീർക്കാം നമുക്ക്. അയ്യോ ഇല്ല, എനിക്കൊരു സംശയമില്ല എൻ്റെ പൊന്നോ. ആ, എന്നാ പിന്നെ മര്യാദക്ക് വരാൻ നോക്ക്. ഓ വരുവാ, തമ്പുരാട്ടി നടക്ക്. ആ, എന്താ പായി ഒരുക്കട്ടും. ഓ ഇവളെ ഞാനിനി എവിടെ പോയി തപ്പാനാ? മമ്മി മിന്നുനെ കണ്ടായിരുന്നോ? ആ, അവളവിടെ താഴെ ആരുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടോടാ, നീ അങ്ങോട്ട് ചെല്ലും. ആ ശരി മമ്മി. അല്ല, നീ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയില്ല ഇതുവരെ? ഇല്ല മമ്മി, കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആ ശരി. സച്ചു, ഇവനെന്താ ഇവിടെ? എന്താടാ സോറി പറഞ്ഞോ നീ? അതിന് അവളവിടെ മറ്റവനായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കല്ലേ? കൊഞ്ചിക്കൊഴിഞ്ഞോ? ആരായിട്ട്? വേറെ ആര്? ആ സച്ചു ആയിട്ട്. അവനെന്താ ഇവിടെ? ഓ ഹേടാ, അവളതിന് അവനായിട്ടൊന്ന് സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. അതിനാണോ നീ പറയുന്നേ? പിന്നെ അവൻ ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കമ്പനീസ് ചെയ്യുന്ന ജോയിൻറ്റ് പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണറും കൂടിയാണ്. അപ്പോൾ അവൻ ഈ ഫംഗ്ഷൻ എന്തായാലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓ എനിക്ക് ഇഷ്ടമല്ല അവൾ അവനായിട്ട് മിണ്ടുന്നത്. ആ നിന്റെ ഈ ഓവർ പൊസസീവ്നെസ്സും ജലസൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നം. എന്ത് പൊസസീവ്നെസ്, എന്ത് ജലസ്? എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട് അവളുടെ കൊച്ചിൻ്റെ തന്ത അവൻ തന്നെയാണോന്ന്. എടാ ജാക്സൺ, വേണ്ടടാ, നീ ഇപ്പം പറഞ്ഞത് പറഞ്ഞു. ഇനി ഇതുപോലെ എങ്ങാനും നിന്റെ വായിന്ന് ഞാൻ കേട്ടാ ഞാൻ ഒരെണ്ണത്തിൽ ഒതുക്കി ലഭിച്ചു. എടാ നിനക്കറിയോ അവൻ അവളെ എത്രമാത്രം ഇഷ്ടമായിരുന്നെന്ന്? അതൊക്കെ അറിഞ്ഞിട്ടും അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. കാരണം അവൾക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. അവസാനം നിങ്ങൾക്കിടയിലുള്ള ഇഷ്ടം അത്രത്തോളം സ്ട്രോങ് ആണെന്ന് മനസ്സിലായത് കൊണ്ടാണ് അവനായിട്ട് തന്നെ ഒഴിഞ്ഞു മാറിയത്. നിങ്ങൾക്കിടയിലൊരു ശല്യമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അബ്രോഡ് പോയത് തന്നെ. ആ അവനെയും അവളെയും ചേർത്തല്ലേ നീ ഈ അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? കഷ്ടം തന്നെ കിച്ചു നിന്റെ കാര്യം. അവര് നല്ല ഫ്രണ്ട്സാണ്, അത് അന്നും അതെ ഇന്നും അതെ. എനിക്കത് മനസ്സിലായി. ഇത്രയായിട്ടും നിനക്കത് മനസ്സിലായില്ലല്ലോ കിച്ചു. സത്യം പറയാലോ, നിന്റെ ഫ്രണ്ടായിട്ട് പോലും നിനക്ക് പകരം അവൾ ആ സച്ചുവിനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുക. നീ ഒരു തരി പോലും അവളെ മനസ്സിലാക്കിയിട്ടില്ലടാ. എന്തായാലും മോൻ ചെന്ന് അവളോട് സോറി പറയാൻ നോക്ക്. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി മോൻ. ചെല്ല്. എടാ ജാക്സൺ മതിടാ. കിച്ചു നീ പോയി അവളോട് സോറി പറ. ഇവളിനി ഇതെവിടെയാ? കഴിഞ്ഞ സംസാരം. ആ മിന്നു, മതിയായില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ട? അത് ഞാൻ സോറി. ആത്മാർത്ഥമില്ലാതെ പറയുന്ന ഒരു സോറി എനിക്ക് വേണ്ട. ഓ എന്തായി പറഞ്ഞു നീ അവളോട്? ആ പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? എനിക്ക് ആത്മാർത്ഥതയില്ല പോലും. ആത്മാർത്ഥമില്ലാതെ പറയുന്ന സോറി അവൾക്ക് വേണ്ട പോലും. അവളെ കുറ്റം പറയാൻ പറ്റില്ല. നീ അങ്ങനെ ഇരിക്കും അവളോട് സംസാരിച്ചിട്ടുണ്ടാവുക. എന്ത് പറഞ്ഞാലും എനിക്കാണല്ലോ കുറ്റം. പിന്നെ നിന്റെ സ്വഭാവം അങ്ങനെയാണേ, അതുകൊണ്ടാണ്. അവളോട് പോയി മര്യാദക്ക് പോയി സംസാരിച്ചു. എടാ എന്താടാ നീ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ? ഓ ഗോഡ്, ശരി പോയി സംസാരിക്കാൻ ഞാൻ. എന്നാ ചെല്ലാൻ നോക്ക്. ആരത്? മിന്നു, ഞാൻ. എന്താ നേരത്തെ ചെയ്തതിന്റെ ബാക്കി വല്ലതും ചെയ്യാൻ വന്നാണോ? അയ്യോ അങ്ങനെയല്ല മിന്നു,
എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. അകത്തേക്ക് വാ. എന്തായാലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള? അത് പിന്നെ മിന്നു, ഐ എം റിയലി സോറി. അത് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അതിൻ്റെ ഹാങ് ഓവറിൽ പിന്നെ നിന്നെ നഷ്ടപ്പെടുന്നതും കൂടെ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്ന് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലടാ. എനിക്കറിയാം അതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന്. ബട്ട് പ്ലീസ് ഐ എം റിയലി സോറി. എന്നോടൊന്ന് ക്ഷമിക്കണം മിന്നു. ഇപ്പം ആര് പറഞ്ഞിട്ടാ ഇങ്ങനൊരു ക്ഷമാപണം പറിച്ചില്ല? അത് പിന്നെ ജാക്സണൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം എന്നോട് സോറി പറഞ്ഞതല്ലേ, അല്ലാതെ സ്വയമേ തോന്നി പറഞ്ഞതല്ലല്ലോ ഇതൊന്നും. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് പറയിപ്പിക്കുന്ന സോറിക്കായാലും ചെയ്യിപ്പിക്കുന്ന പ്രവർത്തിക്കായാലും യാതൊരു വിലയില്ല കിച്ചുവേട്ടാ. പിന്നെ നിങ്ങൾ നേരത്തെ ചെയ്ത കാര്യത്തിന് നിങ്ങൾ സോറി പറഞ്ഞാലും എനിക്ക് ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റില്ല കിച്ചുവേട്ടാ. ഇനി അഥവാ ക്ഷമിക്കാൻ പറ്റിയാലും എനിക്കത് മറക്കാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് പ്ലീസ് ഇവിടെ നിന്ന് പോകാവോ? റിയലി സോറി. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാ. ക്ഷമിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അഗൈൻ ഐ എം റിയലി സോറി. ഞാൻ പോകുക. ശരി എന്നാ. എന്തായി, നീ അവളോട് സോറി പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ക്ഷമിച്ചെന്ന് പറഞ്ഞു അവള്? ഇല്ലടാ, അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ലല്ലോ ഞാൻ അവളോട് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും കുറേ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതെനിക്കും അറിയാം. പക്ഷെ എല്ലാം അവളോടുള്ള ഇഷ്ടക്കുറട്ടിലുകൊണ്ട് ചെയ്തു പോകുന്നതാടാ. പിന്നെ നേരത്തെ ചെയ്തത് അവളെ നഷ്ടപ്പെടുന്നായപ്പോൾ അറിയാതെ പറ്റിപ്പോയി. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ എന്നോട് ക്ഷമിക്കണ്ട. അല്ലെങ്കിലും ഒരു പെണ്ണിനും അതൊന്നും ക്ഷമിച്ചു തരാൻ പറ്റില്ലല്ലോ, അതെത്രയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും. ഡാ കിച്ചു, കുഴപ്പമില്ലടാ, ഞാൻ ഓക്കെയാണ്. നിങ്ങളൊന്ന് ഇറങ്ങാൻ നോക്കിക്കോ. ഇത്രയും ലേറ്റായല്ലേ. വീട്ടിലെ അങ്കിളും ആൻറ്റിമാരൊക്കെ നിങ്ങളെ നോക്കിയിരിക്കുമായിരിക്കും. നാളെ നേരത്തെ വരേണ്ടതും അല്ലേ. ചെല്ലാൻ നോക്ക്. നിങ്ങൾ ഇറങ്ങിക്കോ. ബൈഡാ. എടാ നീ ഓക്കെ അല്ലേ? ആടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പൊക്കോ. ശരിടാ, എന്നാൽ ഞങ്ങളൊന്ന് ഇറങ്ങുക. ഓക്കേടാ, ബൈ. മിന്നൂസെ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എടാ അത് അവൻ അപ്പോ അത് കഴിഞ്ഞ കാര്യമില്ല ജാക്സൺ ചേട്ടാ, അതൊന്നും കുഴപ്പമില്ല. ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. നിങ്ങളൊന്ന് ചെല്ലാൻ നോക്ക് ജാക്സൺ ചേട്ടാ, പോകാൻ ഇറങ്ങിയതല്ലേ. ഓക്കേടാ, ടേക്ക് കെയർ. നാളെ കാണാട്ടോ. ശരി ഏട്ടാ. സർ, ഞങ്ങളന്ന് ഇറങ്ങും കേട്ടോ. ശരി മക്കളെ, നിങ്ങൾ നാളെ വരില്ലേ? പിന്നെ ഉറപ്പായിട്ട് വരും സർ. സാറാ മാം, എന്ന് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ശരിയല്ലേ മോളെ? നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു കോച്ച് സർ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ നാളെ നേരത്തെ വരണം കേട്ടോ. വരാം സർ. ഓക്കെ, എന്നാൽ താരിഖ് സാറിനോട് പറഞ്ഞേക്കട്ടോ. അത് ഞാൻ പറഞ്ഞോളാണോ. അല്ല, നിങ്ങളെങ്ങനെയാ പോകുന്നത്? ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് പൊക്കോളാം സർ. അത് വേണ്ട, സമയം ഇത്ര ആയില്ലേ, എന്തായാലും ലേറ്റായി. ഒരു കാര്യം ചെയ്യാം. എടാ മോനെ ജാക്സ, ഒന്ന് വന്നേ. എന്താ അങ്കിളെ? എടാ, നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഇവരെ 4 കൂടി ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്ക്. ഇത്രയും സമയമായില്ലേ, ലേറ്റ് ആയില്ലടാ. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് വരണ്ട. ശരി അങ്കിളെ. നിങ്ങളെന്നാ വാ. നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തിന്? അല്ല, ഇങ്ങനെ സിംഗിളായിട്ടുള്ള 3 സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ കൂടെ ഒറ്റയ്ക്ക് രാത്രിയിൽ വരുന്നതിന് ഇവൻ മിക്കവാറും നമ്മളെ നാണം കെടുത്തുന്ന തോന്നുന്നു. അത് തന്നെ, നമ്മളെ സിംഗിളാന്ന് ഇവ നാട്ടുകാരെ മൊത്തം അറിയിക്കണ എന്തിനാന്നാവോ? കുട്ടി എന്താ ചുറ്റിനും നോക്കുന്നേ? അല്ല, ഞാൻ ഈ പറഞ്ഞ സുന്ദരന്മാരായ ചെറുപ്പക്കാരെവിടെയാന്ന് നോക്കുവായിരുന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇവൻ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോടാ? ആക്കിയതാണോ? ചേട്ടൻ അവള് പറഞ്ഞിരുന്ന അങ്ങനെ തോന്നിയോ? തോന്നലായിരിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. തനിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോണോ? മര്യാദക്ക് വണ്ടി എടുക്കാൻ നോക്കണോ? ആ പഴയ കോഴിത്തരം ഇതുവരെ നിർത്താറായിട്ടില്ല അല്ലേ? നാണല്ലോ, ഇത്രയും പ്രായമായില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. I'm just 27, you know. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളൊന്ന് വേഗം വീട്ടിലെത്തിച്ചേരൂ. Yeah, sure, why not?
എന്തിനാ കിച്ചുവേട്ടാ നിങ്ങളിങ്ങനെ കള്ളുടിച്ച് വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നേ? ഇത്രയും കൊല്ലമില്ലേ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? ഞാനും നമ്മുടെ മോളും എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അവൾ എത്രത്തോളം നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് കിച്ചുവേട്ടാ നിങ്ങളെ വെറുക്കാൻ കഴിയാത്തത്? വെറുപ്പാണ്, ദേഷ്യമാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്കതിന് കഴിയുന്നില്ലല്ലോ കിച്ചുവേട്ടാ. നിങ്ങളില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഇല്ല കിച്ചുവേട്ടാ. അതാദ്യം ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ മനസ്സും ശരീരമൊക്കെ എന്നേ നിങ്ങൾ സ്വന്തമാക്കിയതാ. നിങ്ങൾ മാത്രമാണ് അതിനൊക്കെ അവകാശി. വേറൊരു മനുഷ്യൻ എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊപ്പമല്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല കിച്ചുവേട്ടാ. എനിക്കതിന് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ മറ്റൊരാൾക്ക് മുന്നിൽ മിന്നു കിട്ടാനായിട്ട് കഴുത്ത് കുനിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് ഞാൻ സ്വന്തം ആവില്ല കിച്ചുവേട്ടാ. അങ്ങനെ ഒരവസ്ഥ വന്നാൽ പിന്നെ ഈ മിന്നു ജീവനോടെ ഉണ്ടാവില്ല. കിച്ചുവേട്ടൻ പേടിക്കണ്ട, നാളത്തെ കല്യാണം അതെന്തായാലും നടക്കില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സാഥിയാ 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 സാഥിയാ. മിന്നു, മിന്നു, ഐ ലവ് യു മിന്നു. എന്നെ വിട്ട് പോവല്ലേ മിന്നു, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ വിട്ട് പോവല്ലേ മിന്നു, എന്നെ വിട്ട് പോവല്ലേ മിന്നു. ഏയ് കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. മിന്നു എന്നെ വിട്ട് പോവല്ലേ മിന്നു, പോവല്ലേ മിന്നു, പോവല്ലേ. ഇല്ല ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാനിവിടെ ഉണ്ടാവും. കിച്ചുവേട്ടൻ ഉറങ്ങിക്കും. സാഥിയാ 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 സാഥിയാ